for someone to guess about you, 'cause all you say is just a lie, just a lie. 'Cause I'm so fed up of this situation, sick and tired of this hesitating. Why you gotta say all these things that just aren't true? Cause when we were good, my heart was on fire. You quenched all my desires. Didn't know that we would expire, but you turned out to be a beautiful lie. A beautiful lie. Oh no, a beautiful lie. Oh no, a beautiful lie. To be a beautiful lie. Oh no, a beautiful lie. Thought you could manipulate my head like everybody else that believed you. Oh, because I'm so fed up of this situation, sick and tired of this hesitating. Why you gotta say all these things that just aren't true? 'Cause when we were good, my heart was on fire. You quenched all my desires. Didn't know that we would expire, but you turned out to be a beautiful lie. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, ഞങ്ങൾ ഇന്ന് പോകുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തി തരുന്നതാണ്. ഒന്നിനും യാതൊരു തടസ്സമില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തി തന്നുള്ളതാണ്. അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് വേണ്ടി തന്നുള്ളതാണ്. ആമേൻ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്നരുൾ ചെയ്ത ദൈവമേ, ഒരു കുടുംബം സ്ഥാപിക്കാനുള്ള തീവ്രമായ ആഗ്രഹം നൽകി വിവാഹ ജീവിത അന്തസ്സിലേക്ക് എന്നെ ഒരുക്കുന്നുവല്ലോ. അങ്ങയുടെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുന്നു. ഇസഹാക്കിന് റബേക്കയും തോബയ്ക്കും സാറയും ജീവിത പങ്കാളിയായി നൽകി അനുഗ്രഹിച്ച അങ്ങ് അനാദികാലം മുതൽ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയെയും അനുഗ്രഹിക്കണമേ. എൻ്റെ വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളും നീക്കി സമയത്തിൻ്റെ പൂർണ്ണതയിൽ എനിക്ക് വേണ്ടി അങ്ങേ പദ്ധതി നിവർത്തിക്കണമേ. അമ്മേ മറിയമേ, എൻ്റെ വിശ്വാസപൂർണമായ പ്രാർത്ഥന അങ്ങേ പുത്രൻ്റെ പക്കൽ എത്തിക്കണമേ. ആമേൻ. Lights are flashing in the night. We're moving like we own the sky. Every heartbeat feels so right. Don't care if we're wrong or right. Feel the rhythm through our feet, setting fire to every beat. Electric pulses can't be beat. Tonight, the world is ours complete. We got that unstoppable vibe. Let the music make us fly. Hands up, we're reaching high. We'll touch the stars, ignite the sky.
playground's ours, no need to sign. Lost in neon city lights, we are fire burning bright. Playful whispers and goodbyes, dancing till we see daylight. We got that unstoppable vibe. Let the music make us fly. Hands up, we're reaching high. We'll touch the stars, ignite the sky. We got that unstoppable vibe. Let the music make us fly. Hands up, we're reaching high. We'll touch the stars, ignite the sky. Ignite the sky. Ignite the sky. Ignite the sky. Unstoppable vibe. Let the music make us fly. Hands up, we're reaching high. We'll touch the stars, ignite the sky. ബലിയർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ, സ്നേഹാർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ. ബലി തീർന്നാലും ജീവിതവഴിയിൽ ബലിചൈതന്യം പകർന്നു നീങ്ങാം. സ്നേഹം പകരാൻ ത്യാഗം ചെയ്യാൻ ഈ ബലിയിൽ വരങ്ങളേകൂ. പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടി. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെബാസ്റ്റ്യൻ ഒലിക്കരച്ച, ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ടുള്ള സുബിൻ, സിയാന, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനുജന്മാരെ, കുഞ്ഞനുജത്തിമാരെ, നമ്മൾ ഇന്നിവിടെ ആയിരിക്കുക നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ രണ്ട് കുടുംബത്തിലും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മക്കൾ അല്ലെങ്കിൽ സഹോദരൻ സഹോദരിയുടെ വിവാഹ ആശീർവാദ കർമ്മത്തിൽ പങ്കുചേരുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട വൈദികരെല്ലാം പ്രാർത്ഥിക്കുന്നത് ഈ രണ്ട് വ്യക്തികൾക്ക് വേണ്ടിയാണ്. നമുക്കിവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇവരിലൂടെ ദൈവം സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, അൽത്താരയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ജീവിതം തുടങ്ങുവാനായിട്ട് ഇവർക്ക് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് ഈ രണ്ട് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുബിന് വേണ്ടിയും സിയാനയ്ക്ക് വേണ്ടിയും ഇവിടെ മാതാപിതാക്കന്മാർ, പ്രിയപ്പെട്ട സിയാനയുടെ അപ്പച്ചന് വേണ്ടി നിശാന്തി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ കുടുംബത്തെ ഇവിടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഈ അൽത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിലേക്ക് പ്രവേശിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ
അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങ് ശ്രവിക്കുകയും അങ്ങ് ദാസരായ സുബിൻ്റെയും സിയാനയുടെയും മേൽ അങ്ങേ കൃപ കാരുണ്യപൂർവ്വം വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ അൽത്താരയുടെ മുമ്പാകെ ഒന്നാക്കപ്പെടുന്ന ഇവർ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവവുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്കു തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നുപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അവിടുത്തെ ആശ്രയിക്കുന്നവൻ
വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗലീലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സ്വർഗത്തിൽ അടക്കിപ്പിടിച്ച ഒരു സംസാരം നടക്കുകയാണ്. ഈ സായാഹ്നം വളരെ വ്യത്യസ്തമാണല്ലോ, അനുഗ്രഹീതമാണല്ലോ എന്നാണ് സ്വർഗവാസികൾ പറയുക. എന്താണ് അവർ പറയുന്നതെന്നല്ലേ? അവർ പറയുന്നത്, ഭൂമിയിൽ പെരുമാനൂർ പള്ളിയിൽ സുബിനും സിയോണയും വിവാഹത്തിൽ ഒന്നായിത്തീരുന്നു. സ്വർഗവാസികളുടെ ആ സന്തോഷത്തിൽ പങ്കുചേർന്ന് ഇന്ന് പള്ളിയിലുള്ള ഞങ്ങളെല്ലാവരും, വികാരിച്ചൻ ജസ്റ്റിൻ ആട്ടുള്ളി, നമ്മുടെ വിജോഷ് മുള്ളൂരച്ചൻ, നിങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ഞങ്ങളെല്ലാവരും സ്വർഗവാസികളോട് ചേർന്ന് നിങ്ങൾക്ക് ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. വിവാഹത്തിന് മുമ്പ് നിങ്ങൾ മെനക്കെട്ട് 2-3 ദിവസം പ്രീ മാരേജ് കോഴ്സൊക്കെ കൂടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇനി പറഞ്ഞ് കുളവാക്കാനായിട്ടൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു പെൺകുട്ടി അവളുടെ അനുഭവം പറയുകയാണ്. ഞാൻ കടയിൽ പോയി കുറേ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൊണ്ട് എൻ്റെ മുറിയിൽ വെച്ചാൽ അതെന്നോട് സംസാരിക്കുമോ? അവളുടെ ഒരു അസ്തിത്വത്തിൻ്റെ ദുഃഖമാണ് അവൾ പങ്കുവയ്ക്കുക. സ്വർണമോ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എപ്പോഴും പത്രങ്ങളിലൂടെ കാണാം, എന്ത് സാധനം വേണേലും പോയി വാങ്ങിക്കൊണ്ടുവരാം, അതുകൊണ്ടൊന്ന് വീട്ടിൽ നിറച്ചു കഴിഞ്ഞാൽ നമ്മൾ സംതൃപ്തരാകും എന്നുള്ളത്. പക്ഷേ അതെല്ലാം വെറുതെയാണ്. അപ്പോൾ ഇവളുടെ പറച്ചിലിതാണ്, ഈ സ്വർണം എന്നോട് സംസാരിക്കുമോ? ഇല്ലെന്നറിയാം. അപ്പം ഇന്നത്തെ പ്രശ്നം ഇതാണ്, എല്ലാവരും മൊബൈലെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈലുമായിട്ടാണ് സംസാരം. ജീവിത പങ്കാളി, കുടുംബാംഗങ്ങൾ, അവരുടെയൊന്നും അസ്തിത്വത്തിന് യാതൊരു പ്രസക്തിയും കൽപ്പിക്കാത്ത രീതിയിൽ ഈ മൊബൈലിന് ഇന്നത്തെ തലമുറ ശരിക്കും അടിമകളായിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുടുംബജീവിതം അതിനെ കാര്യമായിട്ടത് സ്വാധീനിക്കും തെറ്റായ രീതിയിൽ. അതുകൊണ്ട് സുബിൻ, സിയോണ, നിങ്ങളുടെ ജീവിതത്തിൽ
ഉള്ളു തുറന്ന ഒരു ഒരു പരസ്പരം വർത്തമാനം പറയുവാനായിട്ടും ഹൃദയ വികാരങ്ങൾ പങ്കുവയ്ക്കുവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കണം. ഇതുവരെ നീ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചല്ലോ എന്നുള്ള കലവറക്കാരൻ പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമാണ്. ഇന്നുവരെ ഇല്ലാത്ത ഒരു പെരുമാറ്റം, സ്നേഹം നിറഞ്ഞ ഇടപെടൽ, കുറെ കൂടി ഒരു ഹൃദയവിശാലതയോടുള്ള സമീപനം, പരസ്പരം ചേർത്ത് പിടിക്കുന്നതിലുള്ള ഒരു മത്സരം, ഇതെല്ലാം നാളെ ഉണ്ടാവണം. നാളെ ഉള്ളതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് നാളെ കഴിഞ്ഞുണ്ടാവണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ കലവറക്കാരൻ പറഞ്ഞത്, നീ ഇതുവരെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചല്ലോ. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ വയനാട്ടിലെ ഒരു അമ്മാമ, ഗോത്ര വിഭാഗത്തിൽപ്പെട്ടതാണ്, അവർക്ക് സുഖമില്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ഒരു സീൻ ഓർക്കുകയാണ്. അപ്പോൾ അവർക്ക് കലശലായ രോഗം. അവരെ കയറ്റിയ ഉടനെ ആംബുലൻസ് ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. ആ വണ്ടിയുടെ പുറകെ ഒരു വല്യപ്പൻ ഓടുകയാണ്. വല്യപ്പൻ എന്ന് പറഞ്ഞാൽ ഈ അമ്മാമ്മയുടെ ആരായിരിക്കും? ഹസ്ബൻഡ്. അപ്പോൾ ഇത്രയോ വർഷങ്ങൾ അവരൊരുമിച്ച് ജീവിച്ചു. അപ്പോൾ ജീവിത പങ്കാളിക്ക് മേലാതായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആ സമയത്ത് തന്നെ മറന്നുകൊണ്ട്, അവർ ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ അതുകൊണ്ടായിരിക്കാം, ആരോഗ്യമുണ്ട്, അയാൾ ആ വണ്ടിയുടെ പുറകെ ഓടുന്നത് ടി വിയിലൊക്കെ നമ്മൾ കണ്ടതാണ് വർഷങ്ങളായി. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അവർ സ്നേഹത്തിൽ ഒത്തിരിയേറെ വളർന്ന് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഭവത്തിലൂടെയൊക്കെ ഞാൻ പറയുന്നത് ഇതാണ്, ഓരോ നാളും നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം ഉണ്ടാകണം. സ്നേഹം എല്ലാത്തിനും ഒരു പ്രതിവിധി കണ്ടെത്തുന്ന എവിടെയോ വായിച്ചവർക്കാണ്. ലവ് ഫൈൻസ് എ വേ. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ അത് തന്നെയാണ് പറയുക, സ്നേഹം സർവോത്കൃഷ്ടം. വ്യത്യസ്തമായ ഒരു മാർഗം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൊരിന്തോസ് 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു കവിത പൗലോസ്ലീഹ ചൊല്ലുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉണ്ടാകണം. ഓരോ ദിവസവും ആ സ്നേഹം കൂടി വരിക. ഈ കൂട്ടായ്മയിലിരിക്കുന്ന പലരും അങ്ങനെ സ്നേഹത്തിൽ ജീവിക്കുന്നവരാണ്. ഞാൻ മൂന്നാറിലുണ്ടായിരുന്നു, 84, 85, 86, പിന്നെ ഒരു 2000 വർഷം വരെ ആ പരിസരങ്ങളിലുള്ള ഇടവുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടങ്ങളിലുള്ള പലരും കൂടി ഉണ്ട്. അവർ ജീവിത പങ്കാളിയോടുകൂടിയൊക്കെയാണ് വന്നിരിക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുടുംബജീവിതം വേണ്ട, പെൺകുട്ടികൾ പറയാണ്, എന്തിന് കുടുംബജീവിതം, എൻ്റെ ആവശ്യമില്ല, ഒറ്റയ്ക്ക് ജീവിക്കാൻ പാടില്ലേ? ശരിയാണ്, പഴയ കാലത്തേക്കാൾ കുറച്ചുകൂടി അവർ സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തരായിരിക്കുന്നു. സാമ്പത്തികമായുള്ള സുരക്ഷിതമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാം. കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ യുവജനങ്ങൾ അങ്ങനെ പറയുക. പക്ഷേ അങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം മറികടന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ ചുറ്റും ഒക്കെ ഉള്ളവർ. അപ്പോഴതിനെയൊക്കെ ലോകത്തിൻ്റെ പ്രതിസന്ധികളെ നമുക്ക് മറികടന്ന് ഇവിടെ ഞങ്ങളുടേതാണ് സ്നേഹം നിറഞ്ഞ കുടുംബജീവിതം ഒന്ന് കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പഴയ നിയമത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് റഘുവേൽ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം തോബിയാസിൻ്റെ അമ്മായച്ചനാണ്. ഇപ്പോൾ റഘുവേലിൻ്റെ മകളെ തോബിയാസിന് കൊടുത്തിട്ട് തോബിയാസിൻ്റെ കൂട്ടത്തിൽ മകളിങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ റഘുവേൽ പറയുന്നൊരു കാര്യം ഇതാണ്, മക്കളെ, നിങ്ങളെക്കുറിച്ച് എപ്പോഴും നല്ലത് മാത്രം കേൾക്കാൻ ഞങ്ങൾക്കിടവരട്ടെ. ഇന്ന് ഈ പള്ളിയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരും അതാണ് ആഗ്രഹിക്കുക. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ സുധീരം നേരിട്ട് ദൈവാനുഗ്രഹത്തിൽ മുന്നേറി എല്ലാ പ്രതിസന്ധികളെയും വിജയപൂർവ്വം തരണം ചെയ്ത് തമ്പുരാൻ്റെ സഭയിൽ ഈ കാലഘട്ടത്തിൽ
നല്ലൊരു കുടുംബമായി തീരുവാൻ സുബിൻ, സിയോണ, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, പുരോഹിതൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കൂദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. സുബിൻ, സിയാന, നിങ്ങൾ വിവാഹിതനാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണോ? അതെ. അതെ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണോ? അതെ. അതെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ പരസ്പര സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണോ? സന്നദ്ധരാണ്. സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതുകൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യും. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശ്വസ കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആമീൻ. ദൈവമേ, ഈ താലി ആശീർവദിക്കണമേ. ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണമേ. ദൈവമേ, പ്രസാദപരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദപരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹമല്ലണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക.
പ്രിയ സഹോദരരെ, തിരുസഭയെയും സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ച ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥ ഇന്ന് വിവാഹബദ്ധരായ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകുവാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരികെ കിട്ടുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുവിൻ്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിറഞ്ഞു നിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ഭവനങ്ങളും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും ഉത്തമ മാതൃകകളായി പ്രശോഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ തൃക്കൻ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നവരെ സ്നേഹത്തിൽ വളരുവാനും ജീവിതക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ആത്മനാഥ, സ്നേഹനാഥ, സ്നേഹത്തിൻ പൂക്കളാ. ആത്മനാഥ, സ്നേഹനാഥ, സ്നേഹത്തിൻ പൂക്കളാ. ആരാധ്യനാം നിന്റെ സന്നിധിയിൽ പൊൻകാഴ്ചകളെ നീ സ്വീകരിക്കൂ. ആരാധ്യനാം നിന്റെ സന്നിധിയിൽ പൊൻകാഴ്ചകളെ നീ സ്വീകരിക്കൂ. ആദിതാതനായി വരുന്നു കാഴ്ചയുമായി താരപ്പൊൻവിളക്കാൽ തെളിഞ്ഞത് സ്നേഹനാഥ. നിൻ സ്നേഹവും ദാനമാണി നന്ദി തൻ ബലിയായി. നിൻ സ്നേഹവും ദാനമാണി നന്ദി തൻ ബലിയായി. ആരാധ്യനാം നിന്റെ സന്നിധിയിൽ പൊൻകാഴ്ചകളെ നീ സ്വീകരിക്കൂ. ആരാധ്യനാം നിന്റെ സന്നിധിയിൽ പൊൻകാഴ്ചകളെ നീ സ്വീകരിക്കൂ. ആദിതാതനായി വരുന്നു കാഴ്ചയുമായി
പ്രകാശയുമായി പാരിൽ പൊൻവിളക്കായി തെളിഞ്ഞ സ്നേഹനാഥ. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ. എന്നെ നീയാക്കി മാറ്റിടേണമേ. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരീതിൻ നദിനാഥനാമങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകേ. ദൈവദൂതന്മാരിവരും പിന്നെ സ്വർഗവാസികൾ സർവരും, സ്വർഗവും വാനദൂതവൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ബലിയുടെ ശക്തിയാൽ അങ്ങേ പരിപാലനത്തിൽ സ്ഥാപിച്ചതിനെ കാരുണ്യവായ്പോടെ അനുയാത്ര ചെയ്യണമേ. പാവന ബന്ധത്താൽ സംയോജിപ്പിച്ച ഇവരെ ഒരേ അപ്പത്താലും ഒരേ പാനപാത്രത്താലും പരിപോഷിപ്പിക്കുകയും ചെയ്ത ഇവരെ ഒരേ സ്നേഹത്തിൽ ഏകമാനസരാക്കി തീർക്കുവാനും അങ്ങിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി നിങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. നിത്യപിതാവായ ദൈവം പരസ്പര സ്നേഹത്തിൽ നിങ്ങളെ ഏക മനസ്സിലാക്കി തീർക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിൽ വസിക്കുകയും
നിങ്ങളുടെ ഭവനത്തിൽ സദാ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സന്താനങ്ങളാൽ നിങ്ങൾ അനുഗ്രഹീതരാകുകയും സുഹൃത്തുക്കളിൽ നിന്ന് ആശ്വാസവും എല്ലാവരോടും യഥാർത്ഥ സമാധാനവും നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൽ നിങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളായി തീരുകയും അവശരും ആർത്തരും നിങ്ങളിൽ കാരുണ്യം കണ്ടെത്തി അവർ നിങ്ങളെ ദൈവത്തിൻ്റെ നിത്യഭവനത്തിൽ കൃതജ്ഞതാപൂർവം സ്വാഗതമേകുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആശീർവദിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. പ്രിയപ്പെട്ടവരെ, നന്ദിയുടെ ഒരു വാക്ക് പ്രത്യേകമായിട്ട് സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ ഈ ദേവാലയത്തിന് മധ്യസ്ഥനായ വിശുദ്ധ ജോർജ് ഗീവർഗീസിനെ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടെ നമുക്ക് ഓർക്കാം. ഇതോടൊപ്പം ഇന്ന് ഇവിടെ ബലിയർപ്പിക്കുവാനായിട്ട് അവസരം നൽകിയ പ്രിയപ്പെട്ട ജസ്റ്റിൻ അട്ടുള്ളി അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിവിടെ ഒരുമിച്ചായിരിക്കുന്നത് രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് ആകുന്നതിൻ്റെ ഒരു വലിയ മഹത്തായ പ്രവർത്തനത്തിൽ ആയിരിക്കുവാൻ വേണ്ടിയാണ്. രണ്ട് കുടുംബങ്ങൾ ചേർന്ന് മറ്റൊരു കുടുംബമായിട്ട് ഇന്ന് മാറുകയാണ്. സുബിനും സിയാനയും മറ്റൊരു കുടുംബത്തിന് സാക്ഷികളായിട്ട് മാറുന്നു. നമുക്ക് ഈ കുടുംബത്തെ പ്രത്യേകമായിട്ട് ഓർക്കാം. ഇവർക്ക് ദൈവത്തിൻ്റെ സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രസംഗത്തിൽ പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ ഇവർ അനുഗ്രഹീതരായിട്ട് മാറട്ടെ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് ഇവർക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുബിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ചെറുപ്പം മുതൽ, കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ കാണുന്ന വ്യക്തിയാണ്. വിവാഹപ്രായമായെന്ന് വിവാഹം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചിന്ത വരുന്നത്, ഇത്രയും വളർന്നുപോയി എന്ന്, ഇത്രയും വലുതായി എന്ന്. നമ്മുടെ മക്കളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു. അവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടെ പ്രിയപ്പെട്ട സാബുളിനെയും ശൈലചേച്ചിയെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഇവിടെ ക്ഷണിച്ച് ഈ ബലിയർപ്പിക്കുവാനായിട്ട് ഒരു അവസരം നൽകിയതിന് തീർച്ചയായിട്ടും ഇത് എൻ്റെ അവകാശമാണ്. അതിനേക്കാളുപരി അവരുടെ കാരുണ്യം കൂടിയാണ്. അവർ വിളിച്ചത് കൊണ്ട് ഈ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചതിന് പ്രത്യേകമായിട്ട് ഈ കുടുംബത്തിന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട സിയാനയുടെ മാതാപിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകമായിട്ട് അവർക്ക് നന്ദി അർപ്പിക്കുകയാണ്. സാബു ജോസഫ്, ബെൻസി, അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. കുടുംബങ്ങൾ, നമ്മുടെ കുടുംബം കുറച്ചുകൂടി വിസ്തൃതമാവുകയാണ്. ഒരു കുടുംബത്തെ കൂടി നമ്മുടെ കൂട്ടായ്മയിലേക്ക് നമ്മൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ അത്രമാത്രം നമ്മൾ വലുതാവുകയാണ്. ഇങ്ങനെ കുടുംബം ഒരു പുതിയ വിവാഹം നടക്കുമ്പോൾ, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ്. വീണ്ടും കുറേ ബന്ധങ്ങൾ ഉണ്ടായിട്ട് മാറുകയാണ്. വരാപ്പുഴ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട സാബു ജോസഫ്, അതോടൊപ്പം ബെൻസി സാബു, അവരുടെ കുടുംബവുമായിട്ട് നമ്മൾ ഒരു ബന്ധത്തിൽ ആയിരിക്കുന്നു. ഇനി അവിടെയും ബന്ധുക്കളുണ്ട് എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. പ്രത്യേകമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും, ഈ രണ്ട് കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്നിവിടെ ഗാനങ്ങൾ ആലപിച്ച നമ്മുടെ ഈ പള്ളിയുടെ ഗായിക സംഘത്തിന്, നമ്മൾ കവിയാരായിട്ട് അൽത്താരപാലനായിട്ട് സേവനം ചെയ്ത പ്രിയപ്പെട്ട സഹോദരന്, ക്യാമറ മാർക്ക്, അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തവർക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ നന്ദി അർപ്പിക്കേണ്ടത് കുടുംബാംഗങ്ങൾക്കാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, അവരെ ഒത്തിരി സ്നേഹത്തോടെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളാണ് പരസ്പരം കാണുവാനായിട്ട്, കണ്ടുമുട്ടുവാനായിട്ടൊക്കെയുള്ള അവസരങ്ങൾ. ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ആരാ പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ ഒരു സഹോദരി പറയുന്നുണ്ട്, കുറേ നാളായല്ലോ മറ്റൊരാളെ കണ്ടിട്ട്, കുറേ വർഷങ്ങളായല്ലോ കണ്ടിട്ടെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കാണുവാനായിട്ട്, സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ടൊക്കെയുള്ള അവസരമാണ്. അങ്ങനെ അവസരം മുതലെടുത്തുകൊണ്ട് ഇവിടെ കടന്നു വന്ന എല്ലാ മാതാപിതാക്കന്മാർക്കും, എല്ലാ സഹോദരന്മാർക്കും, കുടുംബാംഗങ്ങൾക്കും, അതോടൊപ്പം കൂട്ടുകാരായിട്ട് കടന്നു വന്നവരുണ്ട്, മൂന്നാറിൽ നിന്നൊക്കെ കടന്നു വന്ന സണ്ണിച്ചേട്ടനൊക്കെ ഉണ്ട്. അങ്ങനെ അവരെയൊക്കെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, നവദമ്പതിമാരെ ഭാവുകമരുളുന്നു. This could be the moment we've been waiting for, the chance to feel alive. Nothing's gonna stop us, nothing's gonna top this, nothing like we've ever seen. And I raise my hands to the sky, what a feeling, 'cause I feel like dancing high, got a feeling, time to feel it. This is where it all begins. This is where it all begins. This is where it all begins. 'Cause this could be the best day of our lives, yeah. This is where it all begins. Burning like a light show, free yourself and let go, time to see it all. Don't think about tomorrow, today we are heroes, hear adventure call. There are whole new worlds to see, I keep running, and my feet keep lifting me, like I'm flying, time to see it. This is where it all begins. This is where it all begins. This is where it all begins. 'Cause this could be the best day of our lives, yeah. This is where it all begins. നമ്മുടെ ഇന്നത്തെ താരങ്ങൾ സിയാനും സുബിനും ഉടനെ തന്നെ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ്. സോ എല്ലാവരെയും സിയാനയുടെയും സുബിന്റെയും ഈ വെഡിങ് റിസപ്ഷനിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ബ്യൂട്ടിഫുൾ കപ്പിൾ സിയാന ആൻഡ് സുബിൻ, നമുക്ക് നല്ലൊരു കയ്യടിയോട് കൂടി സ്വാഗതം ചെയ്യാം. അവർ ബ്രൈഡ് ആൻഡ് ഗ്രൂം സിയാന ആൻഡ് സുബിൻ, ലുക്കിംഗ് അബ്സല്യൂട്ട്ലി ഗോർജിയസ്, ആർ വിത്ത് us. रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरियां, काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां. സിയാന, രണ്ടുപേരും നല്ല ഭംഗിയായിട്ട് കാണാൻ, ഗൗണൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഗൗണിനെ കുറിച്ച് രണ്ട് വാക്ക്.
ഗൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മമ്മിയുടെ സെലക്ഷനാണ്. ഫുൾ ക്രെഡിറ്റ് മമ്മിക്കുള്ളതാണ്. ഒരു നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത വെഡിങ് ഡേ ഇന്ന് എത്തിയിരിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ എത്തിയിട്ടുണ്ടോ? സിയാനയുടെ സൈഡിൽ നിന്ന് വന്ന എല്ലാവരും ഒന്ന് എന്തെങ്കിലും ശബ്ദം, ഒരു നല്ലൊരു ക്ലാപ്പ് വരാമോ? സിയാനയുടെ സൈഡിൽ നിന്ന് വന്ന എല്ലാവരും. അപ്പൊ സിയാനയുടെ ആൾക്കാരെല്ലാവരും എത്തിയിട്ടുണ്ട്. സുബിന്റെ സൈഡിൽ നിന്ന് വന്നവരെല്ലാവരും ഒന്ന്. അതാണ് ആ ഒരു സ്പിരിറ്റ് ആണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും സപ്പോർട്ടൊക്കെ ഇന്നത്തെ ഈ സെറമണിയിൽ വേണം. സുബിൻ എന്താണ് എല്ലാവരും പ്രിയപ്പെട്ട ഒരു സുബിന്റെ സൈഡിലെ വെഡിങ് ഫംഗ്ഷൻ എല്ലാവരും എന്താണ്? എല്ലാവരും വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. പിന്നെ കുറേ പേർക്ക് ബ്ലോക്ക് കിട്ടിയെന്ന് കേട്ടു. എന്നിട്ട് എല്ലാവരും വന്നു. ഭയങ്കര താങ്ക്സ്. അപ്പോൾ താങ്ക് യു. സിയാനും സുബിനും നിങ്ങൾക്ക് വളരെ പരിചിതരാണ് എങ്കിൽ പോലും ഇന്നത്തെ അവരുടെ ബിഗ് ഡേ ആയതുകൊണ്ട് അവരുടെ ഒരു ഇൻട്രോഡ് കൂടി നമ്മുടെ ഇന്നത്തെ ഒരു സെറമണി സ്റ്റാർട്ട് ചെയ്യാം. Subin Jose Sabu holds a bachelor's degree in computer applications and a postgraduate degree in game development, reflecting his advanced expertise in technology and creative innovation. He is currently employed as a software engineer at Legacy Private Limited, contributing to impactful software solutions. അപ്പോൾ സുബിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മുടെ സിയാനയും മിടിമിടുക്കി തന്നെയാണ്. സിയാന സാബു ഹോൾസ് എ ബിടെക് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫ്രം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി ആൻഡ് വർക്ക്സ് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അറ്റ് ഗ്യാപ് ബ്ലൂ എറണാകുളം. സോ ഇതൊക്കെയാണ് അവരുടെ ഒരു വളരെ മിടുക്കരാണ്. അക്കാഡമിക്സിലൊക്കെ ഒന്ന് മനസ്സിലായി. രണ്ടുപേരും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് സിയാന പഠിച്ചതൊക്കെ. അപ്പോൾ നല്ല മെറിറ്റിൽ പാസ്സായ കുട്ടിയാണ്. സോ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ കപ്പിളാണ്. സോ രണ്ടുപേരും സോഫ്റ്റ്വെയർ ഫീൽഡാണ്. അപ്പോൾ നമുക്ക് ഇവരെല്ലാവരും നല്ല ഹാപ്പിയാണെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് ഇവരുടെ പേരൻസിനെ വിളിക്കാൻ ഒരു ടൈം ആയിരിക്കുകയാണ്. നമുക്ക് ഏറെ സന്തോഷത്തോടു കൂടി ആദ്യം സുബിൻ്റെ പേരൻസിനെ വളരെ സന്തോഷത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സിസ്റ്ററേയും സ്വാഗതം ചെയ്യാണ്. നല്ല മാച്ചിങ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ വെവ്വേറെ വിളിക്കാൻ തോന്നുന്നതില്ല. നല്ല ഒരുമിച്ച് മൂന്നുപേരും നല്ല കൈ കോർത്ത് ചിരിച്ചു വരാം. അപ്പോൾ സുബിൻ്റെ ഫാദറും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എങ്കിലും നമ്മൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സാബു ജോസംഗ് is a successful businessman and his mother Shine Sabu. She is a dedicated homemaker. Subin's sister Sandra Sabu has completed a master's degree in English and is now working as student counselor at Fair Future Ernakulam. സോ ഇതാണ് നമ്മുടെ സുബിൻ്റെ ഫാമിലി. ഒപ്പം നമുക്ക് ഇപ്പോൾ നല്ല അടിപൊളി കപ്പിളാണല്ലേ സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സുബിനും സിയാനയും നല്ല അടിപൊളിയായിട്ട് നിൽക്കണു. നല്ല പേരൻസും നല്ല ഹാപ്പി ആയിട്ടിരിക്കണു. ഇനി ഇതിലും കിടിലനായിട്ടുള്ളൊരു കപ്പിൾ ഇവരുടെ ഫാമിലിയിലുണ്ട്. നല്ലൊരു എന്താ പറയുക റോൾ മോഡൽ ആയിട്ടുള്ളൊരു കപ്പിൾ ഇവരുടെ ഫാമിലിയിൽ ഇനിയുണ്ട്. നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു എനർജറ്റിക് കപ്പിളിനെ സ്വാഗതം ചെയ്യാം. അപ്പാപ്പനെയും അമ്മാമ്മയും വളരെ സന്തോഷത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാം അപ്പാപ്പനെയും അമ്മാമ്മയും കൂടി. സോ ഒരു ഫുൾ നല്ല സെയിം കളർ കോഡൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ എല്ലാവരെയും. ഈ സൈഡിൽ ജോയിൻ ചെയ്ത് എന്താണ് ഭയങ്കര ചിരിയാണല്ലോ. എന്താണ് കൊച്ചുമോൻ്റെ കല്യാണത്തിന് എന്താ പറയാനുള്ളത്? എല്ലാവരും വന്നിട്ടുണ്ട്. സന്തോഷമല്ലേ കൊച്ചുമോൻ്റെ കല്യാണം. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള കൊച്ചുമോൻ ഇതാണോ? അങ്ങനെ എനിക്ക് 4 കൊച്ചുമോനുണ്ട്. അടി വീഴും. ഓക്കെ, എന്നാൽ ഇത് എത്രാമത്തെ ആളാണ്? മൂത്ത ആളാണ്. അപ്പം ഇന്ന് സ്പെഷ്യൽ മൊമെന്റ് ആണ്. ആദ്യത്തെ കൊച്ചുമോൻ്റെ കല്യാണമാണ് അല്ലേ? മരുമോൾ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം നമ്മുടെ സുബിൻ്റെ സൈഡായി. ഇനി നമുക്ക് ഏറെ സന്തോഷത്തോടു കൂടി നമ്മുടെ സിയാനെ കുറച്ചും കൂടി ഹാപ്പി ആവണ്ടേ? അപ്പം സിയാനയുടെ മമ്മിയെയും വളരെ സ്നേഹത്തോടെ, മമ്മിയെയും അനിയത്തിയെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അപ്പാപ്പനെയും കൂടി സ്വാഗതം ചെയ്യാണ്. അപ്പാപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യമേ എത്തിയായിരുന്നു. ഒരുമിച്ച് കയറാം. സിയാനയുടെ പപ്പയുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് നമുക്കിവിടെ ഇല്ല അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ നമുക്കറിയാം ഒരു ഹെവനിൽ നിന്ന് നല്ലോണം നമ്മൾ സിയാനെ ബ്ലെസ് ചെയ്യുന്ന ഒരു ദിവസം തന്നെയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫാദർ സാബു ജോസഫ് ആണ്. അമ്മ ബെൻസി സാബു. ഷീ ഈസ് എംപ്ലോയ്ഡ് അറ്റ് കേരള വാട്ടർ അതോറിറ്റി. സിയാന സിസ്റ്റർ മിലാന സാബു. ഷീ ഈസ് കറന്റ് പെർസ്യൂയിങ് എ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അറ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്. സോ സിയാനയുടെ സൈഡായി. അപ്പോൾ പിന്നെ ഹാപ്പി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരു കാർന്നോമാരുടെ അനുഗ്രഹത്തോടുകൂടി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇവിടെ എത്തിയവരെല്ലാവരും റെഡിയാണോ? പവർ പോരാ. റെഡിയാണോ? നല്ലൊരു കൈഡി. നമ്മുടെ ഇന്ന് അവരുടെ ചർച്ചിലെ സെറമണിയൊക്കെ കഴിഞ്ഞ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കാണ് അവർ എത്തിയിരിക്കുന്നത്.
സോ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടിയും ആശംസകളോടുകൂടിയും പ്രാർത്ഥനകളോടുകൂടിയും നമ്മുടെ സെറിമണി സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്കൊരു പുരോഹിതൻ്റെ ഒരു പ്രസൻസ് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഫാദർ വിജോഷ് മുള്ളൂർ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലായിരിക്കും ഇന്നത്തെ നമ്മുടെ ഈ സെറിമണി പ്രൊസീഡ് ചെയ്യുന്നത്. ഫാദറിനെ നല്ലൊരു കൈഡി, നല്ല സ്മൈലായിട്ടാണ് അദ്ദേഹം വരുന്നത്. നല്ല എന്തായാലും ഫാമിലിയിലെ ഫാദർ തന്നെയാണ്. സോ ഏറെ സന്തോഷത്തോടു കൂടിയും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ വെച്ച് ആവശ്യത്തിൽ കൂടുതൽ പറഞ്ഞതാണ്, ഒത്തിരി പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. എങ്കിലും ഇവർക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ മംഗളങ്ങളും നേരുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പ്രകാശം പോലെ കത്തിജ്വലിക്കുവാനായിട്ട് ഇവർക്ക് ഇടവരുത്തട്ടെ. അതിനുശേഷം നമ്മൾ കേക്ക് കട്ടിങ് സെറമണി ഉണ്ട്, മധുരം പങ്കുവയ്ക്കുകയാണ്. ഇവരുടെ ജീവിതം ഒത്തിരി മധുരമുള്ളതായിട്ട് മാറട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹം എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, പ്രത്യേകിച്ച് ഇവർ തുടങ്ങുന്ന കുടുംബജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. അതോടൊപ്പം ഇവിടെ കുടുംബജീവിതം നയിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. അവിടെയൊക്കെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥനകളും ആശംസകളൊക്കെ നിറച്ചൊരു കയ്യടി ആവാം. കേക്ക് ബ്ലെസ് ചെയ്യാനായിട്ട് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ കേക്ക് കട്ടിംഗ് സെറിമണിയിലേക്ക് കിടക്കുകയാണ്. ഫാദർ ഒന്ന് ബ്ലെസ് ചെയ്തിട്ട് 3, 2, 1 and go. Congratulations. Music please. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I was afraid to think that you thought you were above me. When we were young, we burned like summer suns. Our fears at bay, we made our own way, no stopping us. We never knew the sky beyond the blue. We turned the page, our story became a world brand new. You and I, we have found what we've been missing. You and I, it feels like we're finally living. We are wide awake,
അന്നക്കിളി சாஞ்சாடிர அண்ணா நடா மின்னாலிட முன்ன வந்தாளே புது வெக்கம் வந்து மாமா இப்போ சொக்கி நின்னாரு दिन नाचा जो ट्विटर पे ट्रेंड हो गया नासिक के ढोल पे धन 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 नाचा तो सबका दी एंड हो गया मेरे इशारे पे तो दिन दिन नाचा जो ट्विटर पे ट्रेंड हो गया नासिक के ढोल पे धन 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 नाचा तो सबका दी एंड हो गया सारी दुनिया में एक ही फेमस है मुंबई हो या और दिखा दूं तुझे मेरा वाला डांस यह मेरा वाला डांस तो नाचू यह मेरा वाला डांस तो नाचू यह मेरा वाला डांस पंजाब दा पुत्तर है पिंड जलंधर यार वई वई कुड़ियां नू किल करदा किंग टाइप दा है टंग लाइफ दा यार वई वई खेतां विच चिल करदा डू इट माई वे नहीं ते हाईवे इनको फर्क यारो की ही पहनदा സംഗീതം നുരയിടും കടൽ പോലെ സന്തോഷം പൊഴിക്കുന്ന ഗസൽ പോലെ സംഗീതം നുരയിടും കടൽ പോലെ സന്തോഷം പൊഴിക്കുന്ന ഗസൽ പോലെ അഴകേറും വെൺപാവേ കനകപ്പൂച്ചിറകിൽ കസവുണ്ട് നെഞ്ചിൽ മഞ്ചിൽ മലരുണ്ട് സ്വപ്നം കാണാൻ കൊതിയുണ്ട് ഷറാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും നെഞ്ചിൽ നിന്നും നേരും സംഗീതം ഷാരോൺ നിലാവായി ഉള്ളിനുള്ളിൽ തുടിക്കും അന്തിമിന്നിൻ റാന്തൽ പൂവെട്ടം ചിലമ്പൊലിയേ രാത്രിതൻ മുറ്റത്തല്ലേ ഉല്ലാസപ്പുറം മുത്തുചിരി ചിലമ്പൊലിയേ രാത്രിതൻ മുറ്റത്തല്ലേ ഉല്ലാസപ്പുറം
என்ன மாமா உங்க ஆட்டத்துக்கு ஊரே ஆடுமே, அதுக்கு ஒரு அடிய போட்டு விடுவோம் அப்படின்ற Thank you once again. Lights are flashing in the night. We're moving like we own the sky. Every heartbeat feels so right. Don't care if we're wrong or right. Feel the rhythm through our feet, setting fire to every beat. Electric pulses can't be beat tonight. The world is ours complete. We got that unstoppable vibe. Let the music make us fly. Hands up, we're reaching high. We'll touch the stars, ignite the sky. Turn it up just one more time. Feel the bass, it's all on fire. Shake your smiles, we're in our prime. This playground's ours, ignite the sky. Turn it up just one more time. Feel the bass, it's our lifeline. Shake your smiles, we're in our prime. This playground's ours, no need to sign. Lost in neon city lights, we are fire burning bright. Playful whispers and goodbyes, dancing till we see daylight. We got that unstoppable vibe. Let the music make us fly. Hands up, we're reaching high. We'll touch the stars, ignite the sky. We got that unstoppable vibe. Let the music make us fly. Hands up, we're reaching high. We'll touch the stars, ignite the sky. Ignite the sky. Ignite the sky. Ignite the sky. Unstoppable vibe. Let the music make us fly. Hands up, we're reaching high. We'll touch the stars, ignite the sky. ले चल रही तू मुझे संग जाने कहाँ, क्यों रुक गया लम्हा ये तू ही बता। जाने ना क्यों अपना बस तू ही लगे, बेमतलबी सा लगे सारा जहां।
सवाल एक है मेरा, क्या तुम्हें भी प्यार है? ये जानना इस दिल को जरूरी तो है, जरूरी तो है, जरूरी तो है। वो तू ही तो है, जरूरी तो है। वो तू ही तो है, जरूरी तो है। मेरी हर एक सुबह तुमसे ही है, रातें ये ख्वाबेदा तुमसे ही है। जान ले, जान ले, मेरा हर एक सफर तुमसे ही है, मंजिले रास्ते तुमसे ही है। जान ले, जान ले, सवाल एक है मेरा, क्या तुम्हें भी प्यार है? ये जानना इस दिल को जरूरी तो है, जरूरी तो है, जरूरी तो है। वो तू ही तो है, जरूरी तो है। वो तू ही तो है, जरूरी तो है। Don't know where we're going, but I'll go anywhere with you. Wherever this wind's blowing, we ain't got much to lose. 'Cause we got that sunrise, apple pies, won't sleep tonight. We'll dive into the blue. We got that good rush, young in love, let's turn it up. Go round the world with you, round the world with you. Oh, 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 oh. You're my destination, you're my destination. Oh, 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 oh. You're my destination, you're my destination. Don't know if it's magic or if I was made for you. That easy love we have it, whatever path we choose. 'Cause we got that sunrise, apple pies, won't sleep tonight. We'll dive into the blue. We got that good rush, young in love, let's turn it up. Go round the world with you, round the world with you. Oh, 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 oh. You're my destination, you're my destination. Oh, 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 oh. You're my destination, you're my destination. No need for directions when you're riding next to me. All of your affection is all I'll ever need. 'Cause we got that sunrise, apple pies, won't sleep tonight. We'll dive into the blue. We got that good rush, young in love, let's turn it up. Go round the world with you, round the world with you. Oh, 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 oh. You're my destination, you're my destination. Oh, 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 oh,
Another hour just slipped away. It's hard to tell you when I haven't all this time. Maybe if I wear it on my face, someone else will let you know I'm not alright. With nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? And letting you let me go will leave me here all alone, missing you. And what if I didn't run the second our second chance wasn't gone? And what if you were the one? What if I wasn't done loving you? I wonder if you ever feel the same.